നിക്കവിടെ. പറഞ്ഞോളൂ പോയി, എന്തുണ്ട് സമാചാരം? ഈ ഡയറി നിന്റേതാണോ? നീയാണോ ഇതിൽ എഴുതിയിരിക്കുന്നത്? അല്ല അല്ല പോയി, ഞാൻ ഈ ഡയറി ഇപ്പഴാ കാണുന്നത് തന്നെ. പിന്നെന്തിനാടാ നീ കള്ളം പറഞ്ഞത്? എന്ത് നേട്ടം ഉണ്ടാക്കാൻ? നേട്ടമൊന്നുമില്ല പോയി, ഇതൊക്കെ ഒരു രസമല്ലേ, ടൈം പാസ്. സത്യം പറഞ്ഞ എനിക്ക് ഈ സൗന്ദര്യം ആവോളം ആസ്വദിക്കാനൊക്കെ അറിയാം. പക്ഷേ ഈ ഞരമ്പ് രോഗികളെ പോലെ ഇങ്ങനെ മനസ്സ് ഉരുകി ഉരുകി എഴുതാനൊന്നും എനിക്കറിയില്ല. പുച്ഛമാണ് എനിക്ക് അവരോട്. പിന്നെന്താന്ന് വെച്ചാ ഇപ്പൊ ഇതങ്ങ് ഏറ്റെടുത്തത്. കല്യാണി ഒരാൾ വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ले जाएंगे दिल वाले दुल्हनिया ले जाएंगे ना 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 ना. അരവിന്ദ് സാറോ? സാറപ്പ എന്റെ പേര് മറന്നില്ല അല്ലേ? സന്തോഷം. ഡീൽ അവസാനിപ്പിച്ചു പോയപ്പോ പേര് മറന്നിട്ടുണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. നീ എന്താ ഞാൻ ഫോം വിളിച്ചിട്ടെടുക്കാത്തത്? ഓ അതോ, സാറ് 16 കമ്പനികളുടെ MD അല്ലേ? മിനിറ്റുകൾക്ക് ഒരു പക്ഷെ ലക്ഷങ്ങളായിരിക്കും വില. മനുഷ്യബന്ധങ്ങൾക്ക് ലക്ഷങ്ങൾ വെച്ച് വിലയിടുന്ന അരവിന്ദ് കൃഷ്ണന് ഞാനായിട്ട് സമയം പാഴാക്കി ലോസ് അക്കൗണ്ട് ഉണ്ടാക്കണ്ടെന്ന് കരുതി. ചതിക്കാനാണല്ലടി നിന്റെ ശ്രമം. എന്ന് വേണമെങ്കിൽ പറയാം. നീ കാരണം ഇന്ന് ഞാൻ വിശ്വസിപ്പിച്ചുകൊണ്ട് ചതിക്കാനും പ്രേമിച്ചുകൊണ്ട് വഞ്ചിക്കാനും പഠിച്ച ഒരു പെണ്ണായിട്ട് മാറിയിരിക്കും. എന്താ പറഞ്ഞു പറ്റിച്ച നിന്നോട് ഞാനത് ചെയ്യണ്ടേ? മനസാക്ഷിയെ മുൻനിർത്തി നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. അരവിന്ദ്, നീ എങ്ങനെ ഇവിടെ വന്ന് പെട്ടത്?
അത് നിന്റെ കാറ് കണ്ടപ്പോ ഞാൻ നിർത്തിയതാ. ഓ അത് ശരി. ആ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഇതുവഴി വന്ന സ്ഥിതിക്ക് അതുകൂടി നടത്തിയിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ആ ബൈ ദ ബൈ, ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് ഞാൻ ഓഫീസിൽ എടുത്ത എന്റെ പുതിയ സെക്രട്ടറി ശ്രീലേഖ റാണി. ഹലോ. നമസ്കാരം സർ. ആ ശ്രീലേഖ, ഇതാണ് എന്റെ ഹസ്ബൻഡ് അരവിന്ദ് കൃഷ്ണൻ. ഇപ്പൊ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD. ആ അറിയാം മാഡം. വാട്ട്? അരവിന്ദിനെ നേരത്തെ അറിയാവോ ശ്രീലേഖയ്ക്ക്? തീർച്ചയായിട്ടും മാഡം. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആരാ അറിയാത്തതായിട്ടുള്ളത്? ഓ പ്രത്യേകിച്ചും ജോലി തേടി അലയുമ്പോ പല പ്രാവശ്യം സാറിനെ നേരിട്ടൊന്ന് കാണാൻ ട്രൈ ചെയ്തതാ. അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. സാറൊരു സ്ത്രീ വിരോധിയാണെന്നാ ഞാൻ കരുതിയത്. ഏയ് അങ്ങനൊന്നുമല്ല. നല്ല സുന്ദരി പെണ്ണുങ്ങളെ കണ്ടാ നോക്കുകയൊക്കെ ചെയ്യും. ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ ആളിനെ. ഓ എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. ഹലോ. ആ നാളെ തന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തോളൂ. അപ്പൊ നീ കൃത്യമായിട്ട് പ്ലാനിങ്ങൾ നടപ്പിലാക്കുകയാണല്ലേ? എന്താണ് നിന്റെ ഉദ്ദേശം? എന്റെ കുടുംബം തകർക്കാനാണോ? എന്റെ ഉദ്ദേശം യുദ്ധം ചെയ്യല. അതിലൂടെ നിന്റെ സർവനാശം. അതാ എന്റെ ലക്ഷ്യം. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, നീ പടക്കളത്തിലേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ നിന്റെ കൂടാരത്തിലേക്ക് ഞാൻ കടന്നു കയറി വന്ന് ആക്രമിക്കുമെന്ന്. ഇന്ന് നിന്റെ പരാജയത്തിൽ ഞാൻ കടന്നു കഴിഞ്ഞു. എന്റെ ആയുധം ഇന്ന് നിന്റെ ജീവൻ എടുക്കാൻ പറ്റും ദൂരത്തിൽ എന്റെ കയ്യിലുണ്ട്. എന്താണ് സർ, ഭയം തോന്നുന്നുണ്ടല്ലേ? ഭയക്കണം നീ. അതാണ് എന്റെ ആവശ്യം. നോക്ക്, പിന്നിൽ ആളുണ്ടെന്നുള്ള ധൈര്യത്തിലെ യുദ്ധത്തിന് ഇറങ്ങുന്നൊക്കെ കൊള്ളാം. പക്ഷെ തിരിഞ്ഞോട് ശീലമില്ലാത്തതിനോട് യുദ്ധം ചെയ്യാൻ നിൽക്കരുത്. അത് നിന്റെ ആയുസ് കുറയ്ക്കും. അത് തടയാൻ ഒരു പക്ഷെ 18 അടവും പോരെന്ന് വരും നിനക്ക്. നീ ജാൻസി റാണിയൊന്നുമല്ല, വെറും റാണിയാ. അത് മറക്കണ്ട. അരവിന്ദിന് തെറ്റി. യുദ്ധത്തിൽ ജയിക്കാൻ അടവുകളെക്കാൾ പ്രധാനം തന്ത്രങ്ങളാ. എന്റെ ആദ്യത്തെ തന്ത്രത്തിൽ തന്നെ തൃച്ചംബരത്തെ അരവിന്ദ് കൃഷ്ണന്റെ ചുവട് പതറും. ഒരു സാമ്പിൾ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. കണ്ടിട്ട് തീരുമാനിക്ക്, ഇത് വെറും റാണിയാണോ അതോ മഹാറാണി ഝാൻസി റാണിയാണോ എന്ന്. ഇങ്ങനൊരു ചതി പ്രതീക്ഷിച്ചില്ലല്ലേ? ബൈ. ഈ തന്ത്രത്തെ ജയിക്കാനുള്ള മനക്കരുത്തുണ്ടെങ്കിൽ നീ പുറത്തെടുക്ക്, കാണട്ടെ ഞാൻ. എടി നിന്നെ. ആ അരവിന്ദ്, അല്ല വണ്ടി എവിടെ? കണ്ടില്ലല്ലോ. വണ്ടി അവിടെ ഉണ്ട്. ഓ അല്ല, എന്തു പറ്റി? എന്തോ ഒരു വയ്യായിക പോലെ ഉണ്ടല്ലോ. ഒന്നുമില്ല. 12 മണിക്ക് മീറ്റിംഗ് ഉള്ളത്, എനിക്ക് പോണം. Then carry on. ഞങ്ങളും മൂവ് ചെയ്യാം. ശ്രീലേഖ വാ.
അവളുടെ കണ്ണിലേക്ക് ഓരോ തവണ നോക്കുമ്പോഴും അവളെ എനിക്ക് ഒരിക്കലും നഷ്ടമാകരുത് എന്ന പ്രാർത്ഥനയാണ് ഉള്ളിൽ. വിലയറിയാതെ നഷ്ടപ്പെടുത്തുന്ന പലതും ഒരുപാട് വിലയുള്ളതായിരുന്നെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് വൈകിയായിരിക്കും. എനിക്ക് കല്യാണി എന്ന വാക്ക് നഷ്ടങ്ങളുടെ പുസ്തകത്തിലേക്ക് എഴുതി ചേർക്കാനുള്ള വെറുമൊരു പേരല്ല, ഹൃദയത്തിൽ പതിഞ്ഞു പോയ രൂപമാണിത്. ഒരു ചെമ്പരത്തി പൂവുമായി തൃച്ചമ്പരത്തിൻ്റെ പൂമുഖം കടന്നു വന്ന് ഇന്നെൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയായവൾ, എൻ്റെ മാത്രം പെണ്ണ്, എൻ്റെ ആനന്ദകൃഷ്ണ. നീ യഥാർത്ഥത്തിൽ ആനന്ദത്തിൻ്റെ കൃഷ്ണൻ തന്നെയാ. ബിസിനസ്സിൽ മാത്രമല്ല സാല, പ്രേമത്തിൽ നമ്പർ 1. പ്രേമം തലക്ക് പിടിച്ച ഞരമ്പ് രോഗി. ചന്ദ്ര, എന്തു പറ്റി? ആന്റി ആകെ കലിതുള്ളിയാണല്ലോ വരവ്. ക്യാവോ ആന്റിജി? ക്യാവോ നിന്റെ ദാ, ആ അഖിലാണ്ടേശ്വരിയോട് ഈ ഡയറി എഴുതിയത് നീയാണെന്ന് എന്തിനാ കള്ളം പറഞ്ഞത്? ആരെ രക്ഷിക്കാൻ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? പിടിച്ചാൻറ്റി പിടിച്ചു. ആ ആനന്ദിന്റെയും കല്യാണിയുടെയും ദിവ്യ പ്രേമം തെളിവോടെ പിടിച്ച് അഖിലാന്റെ ഏൽപ്പിക്കാൻ കിട്ടിയ അവസരമാ ക്യാവോ ഒന്നും തേരാവാതെന്നൊക്കെ പറഞ്ഞു ഇവ ഇങ്ങനെ വെറുതെ പാഴാക്കി കളഞ്ഞത്. ഇന്നത്തോടെ ആ ബന്ധം പൊളിഞ്ഞടുങ്ങുമെന്ന് വിചാരിച്ചപ്പോ നശിപ്പിച്ചു. ബദ്മാഷ്. ബഹൻജി എന്നെ അങ്ങനെ വിളിക്കരുത്. അല്ലെങ്കിലും ഇപ്പൊ നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ശരി, നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടന്നെന്ന് വെക്കും. എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? പറ, കേൾക്കട്ടെ. ദേ, പറയാനും കേൾക്കാനും ഒന്നുമില്ല. അഖിലാണ്ടേശ്വരി ആ അടുക്കളക്കരിയെ എന്നേക്കുമായി തൃച്ചമ്പരത്ത് നിന്ന് അടിച്ചിറക്കി ചാണകവെള്ളം തളിക്കുമായിരുന്നു. അത് തന്നെ റിസൾട്ട്. അല്ല പിന്നെ. ആ, അത് ശരി. അപ്പൊ എന്റെ കല്യാണകാര്യോ? അതിനെ കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ല. അതെ, ഞങ്ങളുടെ മുന്നിൽ നിന്റെ കല്യാണമല്ല പ്രധാന വിഷയം. അവളെ ഇവിടുന്ന് അടിച്ചിറക്കല, അതാണ് പരമപ്രധാനം. ഓക്കെ ഓക്കെ, അതും സമ്മതിച്ചു. അഖിലാണ്ടേശ്വരി കല്യാണിയെ ഇവിടുന്ന് അടിച്ചിറക്കി നിൽക്കട്ടെ. അപ്പോ കല്യാണിയെ ഇത്രയധികം സ്നേഹിക്കുന്ന ആനന്ദ് അവളെ തേടി പോവില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല, അവൻ പോകുമെന്നും എത്ര അലഞ്ഞു തിരിഞ്ഞും അവളെ തിരിച്ചുവിടെ കൊണ്ടുവരുന്നു തീർച്ചയാണ്. അതിനിടയില് താടിയും മുടി നീട്ടി വളർത്തി 2-3 ദുഃഖഗാനം പാടുകയും ശാപ്പാടടിക്കാതെ മെലിഞ്ഞുണങ്ങുകയും ചെയ്യും. അവസാനം മകനോടുള്ള അമിത വാത്സല്യം വെച്ച് അഖിലാണ്ടേശ്വരി ഈ കല്യാണത്തിന് അങ്ങ് സമ്മതിച്ചാലോ? ഒന്ന് ആലോചിച്ചു നോക്കിയേ. അപ്പൊ ഈ കല്യാണി തൃച്ചമ്പരത്തെ കെട്ടിലമ്മയായിട്ട് ഇവിടെ തന്നെ മടങ്ങി വരും. അയ്യോ, പിന്നെ വിലാസിനാനിയുടെ സ്ഥാനം ഞാൻ പറയണോ? ജയന്തി ആണെങ്കിൽ എപ്പോ ഇവിടുന്ന് തെറിച്ചെന്ന് കേട്ടാ മതി. അയ്യോ, ഇതെല്ലാം നല്ലതുപോലെ ചിന്തിച്ച ശേഷം ഞാനാണ് ഡയറി എഴുതിയെന്ന് കയറിയേറ്റത്. സംജാ, ആ സമയത്ത് ഞാൻ അങ്ങനെ ഒരു ബുദ്ധി കാണിച്ചില്ലായിരുന്നെങ്കിൽ ആനന്ദ് താനാണ് എഴുതിയെന്ന് ഏറ്റാനെ. പിന്നെന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? പറ. അഖിലാണ്ടേശ്വരി എന്റെയും കല്യാണിന്റെയും ഈ കല്യാണം അങ്ങ് നിർത്തിവെക്കും. പിന്നെ നടക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാ. കല്യാണി ഇവിടുത്തെ മൂത്ത മരുമകളായിട്ട് തൃച്ചമ്പരത്തിലേക്ക് വന്നു കയറും. പിന്നെ വേണ്ട വേണ്ട വേണ്ട. അയ്യോ, നീ പറയുന്ന ഒക്കെ ശരി തന്നെയാ. എന്നാലും കുച്ചിനായി. എന്റെയും കല്യാണിന്റെയും കല്യാണം വരെ ആന്റിജിയും ബഹൻജിയും ഒന്ന് അടങ്ങി നിൽക്കണം. കല്യാണം കഴിഞ്ഞാ ഉടൻ തന്നെ ഞാൻ കല്യാണിയും കൂട്ടി മുംബൈയിലേക്ക് പറഞ്ഞോളാം. അതോടെ കാക്കയുടെ വിശപ്പം മാറും, പശുവിന്റെ കടിയും തീരും. സംജാ? ശരി ശരി, എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് തുരത്തിയാ മതി. എന്താ ജയന്തി, അത് പോരെ നമുക്ക്? അതേണ്ടി കേട്ടപ്പോ ഈ ചന്ദ്രൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. നമുക്ക് അവൾ ഇവിടുന്ന് പോയി തൊലഞ്ഞാ മതി എങ്ങനെയെങ്കിലും. ആ, അതാ ഞാനും പ്ലാൻ ചെയ്യുന്നത്. തൽക്കാലം നിങ്ങൾ മനസമാധാനത്തോടെ ചെല്ല്. ഞാൻ ചില പ്ലാനുകൾ തയ്യാറാക്കട്ടെ. ചെല്ല്.
കല്യാണിന്റെ ഫോട്ടോ വാട്സപ്പിൽ കിട്ടിയ ഉടനെ ഒരു പാർട്ടിയെ ഫോട്ടോ കാണിച്ച് അഡ്വാൻസ് വരെ വാങ്ങിയിട്ടാ ഈ ചന്ദ്രപ്രതാപ് ഇങ്ങോട്ട് പോകുന്നത്. അവളെങ്ങനെയും കല്യാണം കഴിച്ചുകൊണ്ട് പോയി പാർട്ടിയെ ഏൽപ്പിച്ചിട്ട് വേണം ബാലൻസ് എമൗണ്ട് വാങ്ങിക്കാൻ. അതിനിടയിൽ ഇവളന്മാർ രണ്ടാളും കൂടി എല്ലാം ഇല്ലാതാക്കാതിരുന്ന മതിയായിരുന്നു. ഞാൻ കല്യാണിയെ ഒന്ന് തൊടാൻ പോയപ്പോഴല്ലേ സഹിക്കാതെ നീ എന്നെ അടിച്ചത്. എന്നാ ഇനി നീ കണ്ടോ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവളെ തൊടാൻ പോവാ. സത്യം പറഞ്ഞ എനിക്ക് ഈ സൗന്ദര്യം ആവോളം ആസ്വദിക്കാനൊക്കെ അറിയാം. പക്ഷേ ഈ ഞരമ്പ് രോഗികളുടെ പോലെ ഇങ്ങനെ മനസ്സ് ഉരുകി ഉരുകി എഴുതാനൊന്നും എനിക്കറിയില്ലേ. പുച്ഛമാണ് എനിക്ക് അവരോട്. പിന്നെന്താന്ന് വെച്ചാ ഇപ്പം ഇതങ്ങ് ഏറ്റെടുത്തത്. കല്യാണി ഒരാളും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ്. ഇന്ന് നീ എന്റെ മുറിയിലേക്ക് വന്നില്ല, എന്തുപറ്റി? എനിക്ക് മനസ്സിലാവും നിന്റെ ഉള്ളിൽ എന്താണെന്ന്. എല്ലാ പ്രശ്നത്തിനും ആ ഡയറി ഒരു പരിഹാരമാണെന്ന് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ചന്ദ്രൻ കയറി വന്ന് ആ ഡയറി അവൻ എഴുതിയതാണെന്ന് പറഞ്ഞു. എല്ലാം നശിപ്പിച്ചു. സാരമില്ല, അമ്മയ്ക്ക് എന്റെ ആഗ്രഹം മനസ്സിലായില്ലെങ്കിലും നിനക്കങ്ങനെയല്ല. നിന്നെ ഈ വീടിന്റെ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് നിന്നോടുള്ള പ്രണയം ഞാൻ കാണിച്ചു തന്നതാ. പക്ഷേ നീ ഇതുവരെ അതിനൊരു മറുപടി പറഞ്ഞില്ല. നോക്ക്, നീ വായിച്ചത് വെറും ഒരു ഡയറി ആയിരുന്നില്ല കല്യാണി, അതെന്റെ മനസ്സാ. അതിലെഴുതിയിരുന്നത് വെറും വാക്കുകളും അക്ഷരക്കൂട്ടങ്ങളും ആയിരുന്നില്ല, എന്റെ സ്വപ്നങ്ങളായിരുന്നു. ഞാനത് എന്റേതായ രീതിയിൽ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന് എനിക്കൊരു മറുപടി വേണം. നിന്റെ മറുപടിക്കാ ഞാൻ കാത്തു നിൽക്കുന്നത്. ഇപ്പോഴും നിന്റെ ഈ മൗനം എന്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ട്. കുറഞ്ഞ പക്ഷം ഇങ്ങനെ ഒരു മറുപടിയും പറയാതിരുന്ന അതിനെന്താണ് അർത്ഥമെന്നെങ്കിലും പറയണം, പ്ലീസ്. കല്യാണി, നീ കരച്ചിൽ നിർത്തി എന്തെങ്കിലും ഒരു മറുപടി പറ. എത്ര നാളായി നീ എന്നെ ഈ അനിശ്ചിതത്തിലാക്കുന്നു. ഇനി ഇത് താങ്ങാനുള്ള മനസ്സും ക്ഷമയും എനിക്കില്ല. ദേ, അവസാനമായിട്ടൊരു കാര്യം പറയാനാണ് ഞാനിവിടെ കാത്തു നിന്നത്. നാളെ രാവിലെ വരെ നിനക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. നീ അപ്പോഴും മറുപടി പറഞ്ഞില്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു തീരുമാനത്തിലേക്ക് എനിക്ക് പോകേണ്ടി വരും. ഇതൊരു മുന്നറിയിപ്പാ, എന്റെ അവസാനത്തെ മുന്നറിയിപ്പ്. ഇനി നിനക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്.